നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പോർഷനാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ വാക്കിൽ തന്നെ ഉണ്ട്. ഇക്വ മീൻസ് ഈക്വൽ, പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുമ്പോൾ എന്താണ്? സെയിം. ഈക്വൽ എന്ന് പറയുമ്പോൾ സെയിം പൊട്ടൻഷ്യൽ ഉള്ള സർഫസുകളെ പറയുന്ന പേരാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഓക്കെ, അപ്പൊ നമുക്കൊരു പോയിന്റ് ചാർജ് എടുത്ത് നോക്കാം. ദേ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഫിഗർ തന്നെ ഞാൻ അങ്ങ് എടുക്കുവാണ്. ഇവിടെ നോക്കിക്കേ, നടുക്കൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജിൽ ഞാൻ വരയ്ക്കാം ജസ്റ്റ്. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജ് പ്ലസ് ക്യൂ ചാർജ് ഇവിടെ ഇരിക്കുവാണ്. ഇവിടെ ഒരു പി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ പ്ലസ് ക്യൂ ചാർജ് മൂലം എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്തായിരിക്കും? നമുക്കറിയാം 1/4πε0 Q/r ആണ് അല്ലെ. ആർ എന്ന് പറയുന്നത് ഈ പോയിന്റിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി ഇതിന് ചുറ്റും ഞാനൊരു സർക്കിൾ വരയ്ക്കുക. ഇവിടെ ഒരു പോയിന്റ് ചാർജ് ഇരിക്കുവാണ്. ഈ പോയിന്റ് ചാർജിനെ കവർ ചെയ്യുന്ന തരത്തിൽ ഇതിന് ചുറ്റും ഞാനൊരു സർക്കിൾ വരയ്ക്കുവാണ്. ഈ സർക്കിൾ വരയ്ക്കുവാണെങ്കിൽ അതിന്റെ സെന്ററിലായിരിക്കും നമ്മുടെ പോയിന്റ് ചാർജ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സെന്ററിലാണ് പോയിന്റ് ചാർജ് ഇരിക്കുന്നത്. പി എന്ന് പറയുന്നതിന്റെ സർഫസിലാണ് ഇരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറി സർഫസിൽ തന്നെ വേറൊരു പോയിന്റ് ഞാൻ എടുക്കുവാണ്. അപ്പം ഈ പോയിന്റിന് ഇവിടെ വരെ ഡിസ്റ്റൻസ് എന്താണ്? ഇവിടെ നിന്ന് ഇവിടെ വരെ ഡിസ്റ്റൻസ് 6 ആണെന്ന് ഞാൻ പറഞ്ഞു. ഇത് സെന്റർ ആണ്, ഇത് സർക്കിളിന്റെ സെന്റർ ആണ്. ഇവിടെ നിന്ന് ഇവിടെ വരെ ഡിസ്റ്റൻസ് 6 ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് സർഫസ്, ഈ സർക്കിളിന്റെ സർഫസും ഇത് സെന്ററും അല്ലേ. ഈ സെന്ററിൽ നിന്ന് സർഫസ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ റേഡിയസ് തന്നെയല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് ഇത് ഞാൻ എസ് എന്ന് കൊടുക്കുക. ഈ പോയിന്റിനും സെന്ററിൽ നിന്ന് ഈ പോയിന്റ് വരെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? 6 തന്നെയല്ലേ. ഇനി വേറൊരു പോയിന്റ് ഞാൻ എടുക്കുവാണ്, ടി. സെന്ററിൽ നിന്ന് ടി വരെയുള്ള ഡിസ്റ്റൻസ് എന്ത് തന്നെയായിരിക്കും? 6 തന്നെയായിരിക്കും, കാരണം ഇതും റേഡിയസ് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കിക്കേ, ഈ ചാർജ് മൂലം ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വി ഇസ് ഈക്വൽ ടു 1/4πε0 Q/r ആണ്. ഈ പോയിന്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന എസ് എന്ന് പറയുന്ന പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്തായിരിക്കും? അതും 1/4πε0 Q/ ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്താണ്? 6 അല്ലേ. ഇനി ടി എന്ന് പറയുന്ന പോയിന്റ് നോക്കിക്കേ, അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ത് തന്നെയായിരിക്കും? 1/4πε0 Q/r തന്നെയല്ലേ. ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മാറുന്നുണ്ടോ? ഇല്ല. ഞാൻ വേറൊരു എക്സാമ്പിളും കൂടെ പറയാം. ജസ്റ്റ് ഇത് സെന്റർ ആണ്. അപ്പം ഈ സർക്കിളിന്റെ സെന്റർ ആണ്. ഇവിടം വരെയുള്ള റേഡിയസ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എത്ര വരും? പി എന്ന് പറയുന്ന പോയിന്റിലെ 1/4πε0 Q/10 ആയിരിക്കില്ലേ. ഇനി എസ് എന്ന് പറയുന്ന പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ത് തന്നെയായിരിക്കും? 1/4πε0 Q/10 തന്നെയല്ലേ, കാരണം ഇതും റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. അപ്പൊ എല്ലായിടത്തും ഈ ആറിന് പകരം എന്തായിരിക്കും? ആ റേഡിയസ് എത്രയാണോ അത് തന്നെയല്ലേ. അതായത് പി എന്ന് പറയുന്ന പോയിന്റിലും എസ് എന്ന് പറയുന്ന പോയിന്റിലും ടി എന്ന് പറയുന്ന പോയിന്റിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ സെയിം അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിന്റെ ഈ സർഫസിലുള്ള ഏതൊരു പോയിന്റ് എടുത്താലും അതിൽ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ റേഡിയസ് ആയിരിക്കില്ലേ. ക്യൂ എന്ന് പറയുന്ന സെന്ററിലെ ചാർജും ആണ്. പിന്നെ 1/4πε0 കോൺസ്റ്റന്റും ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എത്ര തന്നെയായിരിക്കും? പി എന്ന് പറയുന്ന പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇപ്പൊ 10 വോൾട്ട് ആണെങ്കിൽ അത് തന്നെയായിരിക്കും എസിലും ഉണ്ടാവുന്നത്, അത് തന്നെയായിരിക്കും ടിയിലും ഉണ്ടാവുന്നത്. ഏതെങ്കിലും ഒരു പോയിന്റിൽ വേരി ചെയ്യുമോ? ഇല്ല. എല്ലാ പോയിന്റിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ സെയിം വാല്യൂ തന്നെയായിരിക്കും അല്ലെ, കാരണം എല്ലാം സെയിം ആണ്. ഈ സർഫസിലുള്ള ഏത് പോയിന്റിൽ എടുത്താലും ആർ സെയിം ആണ്, ക്യൂ സെയിം ആണ്, പിന്നെ വേരി ചെയ്യാൻ ആരുമില്ല, പിന്നെ ഉള്ളത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിലെ എല്ലാ പോയിന്റിലും എന്തായിരിക്കും? സെയിം പൊട്ടൻഷ്യൽ അല്ലേ. അങ്ങനെയുള്ള സർഫസിനെ, അതായത് ഒരു സർഫസ് നമ്മൾ എടുക്കുവാണ്, ആ സർഫസിലെ ഏത് പോയിന്റ് നമ്മൾ എടുത്താലും അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പം ഒരു പോയിന്റ് ചാർജ് ഇങ്ങനെ സെന്ററിൽ ഇരിക്കുവാണെങ്കിൽ അതിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെയാ വരയ്ക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ചുറ്റും ഇങ്ങനെ സർക്കിൾസ് വരച്ചാൽ മതി. ഈ ഓരോ സർക്കിളിന്റെയും, ഇപ്പൊ ഈ സർക്കിളിന്റെ ഫസ്റ്റ് സർക്കിളിന്റെ റേഡിയസ് 1 സെന്റിമീറ്റർ ആണ്, സെക്കൻഡ് ഏകദേശം 2 ആയിരിക്കും അല്ലെ, പിന്നെ അടുത്ത 3 ആയിരിക്കും, പിന്നെ 4 ആയിരിക്കും, 5 ആയിരിക്കും. അപ്പം ആ സർക്കിളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. എല്ലാ സർക്കിളിലും പൊട്ടൻഷ്യൽ സെയിം ആണല്ല പറഞ്ഞ. ആദ്യത്തെ സർക്കിൾ 1 സെന്റിമീറ്റർ ആണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എത്രയായിരിക്കും? വി ഇസ് ഈക്വൽ ടു 1/4πε0
1/4πε0 Q/1. അപ്പൊ ഈ സർക്കിളിലെ ഏത് പോയിന്റ് എടുത്താലും ഇത് തന്നെയായിരിക്കും വാല്യൂ. രണ്ടാമത്തെ സർക്കിൾ ഞാൻ എടുക്കുക, R2 ആണെന്ന് വിചാരിക്കുക. അപ്പം അതിന്റെ അകത്ത് വാല്യൂ എത്രയായിരിക്കും? 1/4πε0 Q/2. ഓക്കെ. അപ്പൊ ഓരോ സർക്കിളിന്റെയും റേഡിയസ് എത്രയാണോ അതനുസരിച്ച് എന്ത് മാറും? പൊട്ടൻഷ്യൽ മാറും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് പൊട്ടൻഷ്യൽ കൂടുവോ കുറയും? ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഈ റേഡിയസ് എന്ത് സംഭവിക്കും? ഈ സർക്കിളിന്റെ റേഡിയസ് 1 ആണെങ്കിൽ ഇതിന്റെ 2 ആയിരിക്കും, ഇത് 3 ആയിരിക്കും, 4 ആയിരിക്കും, 5 ആയിരിക്കും. ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് റേഡിയസ് കൂടും. റേഡിയസ് എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്ന ഇക്വേഷന്റെ? ഡിനോമിനേറ്ററിലല്ലേ. ഡിനോമിനേറ്റർ കൂടുമ്പോൾ ന്യൂമറേറ്റർ കുറയും. സോ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് പൊട്ടൻഷ്യലിന് എന്ത് സംഭവിക്കും? പൊട്ടൻഷ്യൽ കുറയും. ഇനി അപ്പൊ ഈ ഒരു സർക്കിൾ എടുക്കുവാണെങ്കിൽ ഈ ഒരു സർക്കിളിൽ മുഴുവൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സെയിം ആണെന്ന് പറഞ്ഞില്ലേ. പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ ആ പോയിന്റിൽ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ അവിടെ എന്തെങ്കിലും വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒരു പൊട്ടൻഷ്യലിൽ നിന്ന് വേറൊരു പൊട്ടൻഷ്യലിലേക്ക് കൊണ്ടുവരാനാണല്ലേ നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളപ്പോഴല്ലേ നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഒരേ പൊട്ടൻഷ്യൽ ആണ്, പിന്നെ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഒരു ഇക്വി പൊട്ടൻഷ്യൽ സർഫസിലെ വർക്ക് എന്തായിരിക്കും? വർക്ക് 0 ആയിരിക്കും. ഓക്കെ. ഇക്വി പൊട്ടൻഷ്യൽ സർഫസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ ഇക്വി പൊട്ടൻഷ്യൽ സർഫസിന്റെ പ്രത്യേകത എന്താണ്? അതിൽ ത്രൂ ഔട്ട് പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും. പ്രധാനമായിട്ട് ഈ 2 പോയിന്റ് ആണ്. അതുപോലെ തന്നെ ഇക്വി പൊട്ടൻഷ്യൽ സർഫസിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എപ്പോഴും നോർമൽ ടു ദി സർഫസ് ആയിരിക്കും. ഈ ഫിഗർ കണ്ടോ? ബി സെക്ഷൻ കണ്ടോ? പോയിന്റ് ചാർജിൽ നിന്ന് എപ്പോഴും നോർമൽ ആയിട്ടായിരിക്കും എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ ഈ പോയിന്റ് എപ്പോഴും പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളത് കേട്ടോ. ഇനി ഇതൊന്ന് നോക്കിക്കേ. ഓരോ ടൈപ്പ് ഓഫ് ഇക്വി പൊട്ടൻഷ്യൽ സർഫസുകളാണ് കാണിച്ചിരിക്കുന്നത്. ഇതിപ്പം യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് പാരലൽ ആയിട്ട് പോവാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയത്തെ ഇക്വി പൊട്ടൻഷ്യൽ സർഫസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡിസ്റ്റൻസ് മാറുന്നതനുസരിച്ച്, അപ്പം ഇത് മുഴുവനും ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡുകൾ കിടക്കുവാണ്. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അസ്യൂം ചെയ്യാം ഇത് ഇവിടെ പോസിറ്റീവ് ചാർജ് ഇരിക്കുവാണ്, ഇവിടെ പോസിറ്റീവ് ചാർജ് ഇരിക്കുവാന്ന് വിചാരിക്കും. അപ്പൊ ഈ പോസിറ്റീവ് ചാർജ് ഇത് ഇങ്ങോട്ട് പോകുമ്പോഴേക്കും ഈ പോയിന്റ് ഞാൻ എടുക്കുക. ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് 1 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. ഇനി ഈ പോയിന്റ് ഞാൻ എടുക്കുക. ഇതിന്റെ നേരെ മേളിൽ പാരലൽ ലൈനിൽ ഇവിടെ 1 സെന്റിമീറ്റർ അല്ലേ, തൊട്ട് താഴെ ഇവിടുന്ന് ഇവിടെ വരെ ഡിസ്റ്റൻസ് 1 സെന്റിമീറ്റർ അല്ലേ, അതിന്റെ തൊട്ട് താഴെ ഇവിടുന്ന് ഇവിടെ വരെ ഡിസ്റ്റൻസ് ഇതെല്ലാം സെയിം അല്ലേ, ഇവിടെ എല്ലാം ഡിസ്റ്റൻസ് സെയിം അല്ലേ. അപ്പം ഈ പാരലൽ ആയിട്ടുള്ള എല്ലാ ഇലക്ട്രിക് ഫീൽഡിന്റെയും ഈ ഒരു പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇനി കുറച്ച് ഇങ്ങോട്ട് മാറി പോസിറ്റീവ് ചാർജ് ചെയ്ത് ഇങ്ങോട്ട് നീങ്ങി അല്ലേ, അപ്പൊ ഇവിടെ എക്സ്പീരിയൻസ് ഇവിടെ നിന്ന് ഇവിടം വരെ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും. ഇവിടെ നിന്ന് ഇവിടം വരെ ഇവിടെയും 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 എല്ലാം സെയിം ഡിസ്റ്റൻസ് അല്ലേ. അപ്പൊ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതായത് പാരലൽ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ നമ്മളൊരു പോയിന്റ് എടുക്കുവാണെങ്കിൽ ആ പോയിന്റിലെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. അപ്പം ഈ ഫിഗേഴ്സ് ഒക്കെ പരീക്ഷയ്ക്ക് വരയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്, ഒരു എക്സാമ്പിൾ ഇക്വി പൊട്ടൻഷ്യൽ സർഫസിന് ഒരു എക്സാമ്പിൾ വരയ്ക്കാൻ പറയുവാണെങ്കിൽ ഏറ്റവും എളുപ്പം ഏത് വരയ്ക്കാനാ? നമ്മുടെ പോയിന്റ് ചാർജിനെ വരയ്ക്കാനാണ്. കാരണം പോയിന്റ് ചാർജിന് സെന്ററിൽ +Q കൊടുത്തിട്ട് അതിന് ചുറ്റും ഇങ്ങനെ സർക്കിൾസ് വരച്ചാൽ മതി. അപ്പൊ അതാണ് ഏറ്റവും എളുപ്പമുള്ളത് വരയ്ക്കാൻ. ഓക്കെ. ഇനി ഒരു പോസിറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജ് ഇരിക്കുവാണെങ്കിൽ അതിന്റെ ഷേപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി 2 പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ ഇക്വി പൊട്ടൻഷ്യൽ സർഫസിന്റെ ഷേപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫിഗേഴ്സ് ഒക്കെ ഒന്ന് നോക്കിയേക്കും. ഓക്കെ, ഇതൊക്കെ വരയ്ക്കാൻ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അടുത്തത് റിലേഷൻ ആണ്.